നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് നവി വന്നിട്ട് അഭിയോട് ചോദിച്ചു, എന്താടാ നീ എന്താ കാണിക്കണേന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും അഭി പറഞ്ഞു, അത് പിന്നെ എന്തിനാടാ നീ ഇവൾക്ക് വാരി കൊടുക്കണേന്ന് ചോദിച്ചു. അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് വല്ലാത്തൊരു വീർപ്പുമുട്ടിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും നവി ചോദിച്ചു, എന്താ നീ ഇവളുടെ അച്ഛനാണോന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അഭി ഒന്നും ഞെട്ടി. അപ്പോഴേക്കും ചന്തമോള് പറഞ്ഞു, എന്റെ അച്ഛനല്ലാന്ന് പറയണം, നിന്റെ അച്ഛനല്ലാന്ന് അറിയാം. നിന്റെ അച്ഛൻ ആദർശാണല്ലോ, അങ്ങേരെ എവിടെയോ പോയി കിടക്കുക, നിനക്ക് വാരി തരേണ്ട ആള്. എന്നിട്ട് ഇവൻ നിനക്ക് വാരി തരുന്നില്ലേ? എടാ നീ എന്തിനാടാ ഇതൊക്കെ ചെയ്യുന്നേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അഭി പറഞ്ഞു, അത് അമ്മായി പറഞ്ഞിട്ടാ. അമ്മായി പറഞ്ഞതും പറഞ്ഞോണ്ട് നീ എന്തും ചെയ്യുവോ? ഹും, അവർക്ക് വേണമെങ്കിൽ അവരുടെ മോനോട് പറയാം ഇതൊക്കെ ചെയ്യാനായിട്ട്. അതല്ലേ അവര് ചെയ്യിക്കേണ്ടിയിരുന്നേ. അതിന് പകരം നീയാണ് മിക്കവാറും ഇവളുടെ അച്ഛനെന്നൊക്കെ പാടി നടക്കുമായിരിക്കും അവര്. അവർക്ക് അതിനാണുള്ള താല്പര്യം. അവരുടെ മോനെ പുണ്യാളനാക്കിയിട്ട് നിന്നെ നാട്ടുകാരുടെ മുന്നില് നാണം കെടുത്താനായിട്ടായിരിക്കും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കണേ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിർത്തിക്കോണെന്ന് പറഞ്ഞു. ദേ നവിയെ, ഇപ്പൊ നമ്മുടെ മോശ സമയ, നീ ഇങ്ങനെയൊന്നും പറയരുത്. എന്ത് മോശ സമയം? ഇപ്പൊ ഒരു മോശ സമയമല്ല, അത്യാവശ്യം നമ്മൾ പച്ച പിടിച്ച് വരുവാണ്. ഞാനും മോഡലിങ്ങിനൊക്കെ പോകുന്നുണ്ടല്ലോ, പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ നിന്നെ എനിക്ക് നോക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു നാണക്കേടും വരാനില്ല. ഞാൻ നിനക്ക് ചെലവിന് നിർത്തുന്നുണ്ട്, ഒന്നും സംഭവിക്കാനുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലാല് ഇവളുടെ കാര്യങ്ങൾ നോക്കോ അല്ലെങ്കിൽ ഇവൾക്ക് ഇങ്ങനെ വാരി കൊടുക്കുകയോ ചെയ്യുന്ന കണ്ടാണ്ടല്ലോ എന്റെ സ്വഭാവം മാറുമെന്ന് പറയണേ. ഇന്ന് വരെ നീ നമ്മുടെ കുഞ്ഞിന് വാരി കൊടുത്തിട്ടുണ്ടോടാ? അയ്യോ, ഞാൻ കൊടുക്കാറുണ്ട്, ഞാൻ കണ്ടിട്ടില്ലല്ലോ. അത് പിന്നെ നീ ഇവിടെ ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എടാ, ഇല്ലാത്ത സമയത്ത് ചെയ്തിട്ട് കാര്യമില്ല, ഉള്ള സമയത്ത് ചെയ്യണം. ഇന്ന് വരെ ഞാൻ അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല. അങ്ങനെ ഒരു കാഴ്ച കണ്ട് സന്തോഷിക്കാനാ എനിക്ക് ആഗ്രഹം. പക്ഷെ നീ അത് ചെയ്തിട്ടില്ല. പിന്നീട് ചന്തുമോളോട് പറഞ്ഞു, ഇറങ്ങി പോടി അവിടുന്ന് എന്നൊക്കെ പറഞ്ഞു. ചന്തുമോൾ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ദേ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടായേക്കില്ല, പറഞ്ഞത് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് നവി അങ്ങോട്ടേക്ക് പോവാണ്. നവിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം വരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ മൂർത്തി മുത്തശ്ശനും ജയനും അജയനും ഒക്കെ ടി വിക്കകത്ത് നവിയുടെ പരസ്യം കാണുവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പത്തിന് മുത്തശ്ശന് സഹിച്ചില്ല. മുത്തശ്ശൻ ആദർശനോട് പറഞ്ഞു, ആ ടി വി അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാൻ പറയാണ്. അങ്ങനെ ടി വി ഓഫ് ചെയ്തു. ഈ സമയത്ത് ജയൻ പറഞ്ഞു, അവൾക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ല നബിക്ക്, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന അബിയോടും ജലജയോടും ഒപ്പം നിൽക്കില്ല എന്ന് പറയണം. അത് കേട്ടപ്പോ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, ഇപ്പം നമ്മളിപ്പോ അതൊന്നും അല്ല നോക്കേണ്ടത്. നമ്മളിപ്പം ദുബായിലെ ആ ഒരു ബിസിനസിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി, അമേരിക്കൻ കമ്പനിക്കാരുമായിട്ട് ഡീലിനെ പറ്റി. അപ്പോഴേക്കും അജയൻ ചോദിച്ചു, അല്ലച്ച അബിക്ക് ഇനി എന്തെങ്കിലും ഇതിനകത്ത് പങ്ക് കാണുമോ? ഈ ഏൻ ജ്വല്ലറിക്കാരുമായിട്ടുള്ള എന്തെങ്കിലും ഒരു അടുപ്പം കാണുമോന്ന് ചോദിച്ചു. മുത്തശ്ശൻ പറഞ്ഞു, ഉണ്ടാവാൻ ചിലപ്പോൾ ഇല്ലാതിരിക്കാം, നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനും പോകണ്ട. പിന്നെ ഈ ഏൻ ജ്വല്ലറി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല, അതിന് പിന്നില് അതിന്റെ മറവില് ആരോ ഉണ്ട്. ഒരു പക്ഷേ ഈ ഡേവിഡ് ഒരു ബിനാമി മാത്രമായിരിക്കാം. മറഞ്ഞിരിക്കുന്ന ഒരു യഥാർത്ഥ ശത്രു കാണും. അയാൾ ആരാ എന്താന്ന് നമുക്കറിയത്തില്ല. പിന്നീട് ആദർശനോട് നിനക്കറിയാലോ, ഇതുവരെ ഞാനും നിന്റെ മുത്തശ്ശിയൊക്കെ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടില്ല. നീ ഇങ്ങനെ ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ പോണ സമയത്ത് ഇതിനുമുമ്പ് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം പ്രതിസന്ധി ഒന്നും തരണം ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മുടെ കമ്പനിക്ക് ഒരു ചെറിയ തളർച്ച ഉണ്ടായിട്ടുണ്ട്. അത് മാറണമെങ്കിൽ ഈ അമേരിക്കൻ കമ്പനിയുമായിട്ടുള്ള ഡീല് നമ്മൾ പിടിച്ചെടുക്കണം. അപ്പോഴേക്കും ജയൻ പറഞ്ഞു, 5 വർഷത്തെ കരാറാന്ന് പറയണ. അതാ പറഞ്ഞേ, 5 വർഷത്തെ കരാറാ. സാധാരണഗതിയിൽ ഇപ്പൊ ഇവിടെയുള്ള ഈ ചെറുകിട കമ്പനികളൊക്കെ ബിസിനസ് ഒക്കെ പിടിച്ചെടുത്താലും, പക്ഷേങ്കിൽ നമ്മൾ ഈ അമേരിക്കൻ കമ്പനിയുമായിട്ട് ഡീല് ഉറപ്പിക്കാൻ ചെല്ലുന്ന സമയത്ത് അവർ നോക്കുന്നത് എന്താണെന്നറിയാവോ? നമ്മുടെ സ്വർണത്തിന്റെ മൂല്യമാണ്. ആദർശ് പറഞ്ഞ, അതേ മുത്തശ്ശ, അതെനിക്കറിയാം, അത് നമുക്കുണ്ടല്ലോ, അതുകൊണ്ട് എന്താണെങ്കിലും മറ്റുള്ളവർക്ക് ആ ഡീൽ ഉറപ്പിക്കാനായിട്ട് പറ്റില്ല. അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെയാ എപ്പോഴാ ശത്രുക്കൾ ഒളിച്ചിരിക്കുന്നതും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഏൻ ജ്വല്ലറിക്കാരുടെ കാര്യത്തിൽ അറിയാലോ, അവരൊക്കെ നന്നായിട്ട് നമ്മുടെ എതിരാളികളായിട്ട് മാറിക്കഴിഞ്ഞു. എല്ലാരെയും തോൽപ്പിച്ച് നമുക്ക് മുന്നേറണമെങ്കിൽ ഇച്ചിരി കഴിവും പ്രാപ്തിയും ഒക്കെ വേണം. അത് മാത്രമല്ല, ഇത്തരം കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നിനക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് ചോദിച്ചു. ആദർശ് പറഞ്ഞു, എനിക്കറിയാം മുത്തശ്ശ, അവരൊക്കെ ഇവിടെയൊക്കെ പിടിച്ചെടുത്തോട്ടെ, പക്ഷേങ്കിൽ അവിടെ ദുബായിൽ ഈ പറയുന്ന ആർക്കും ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, ആത്മവിശ്വാസമൊക്കെ കൊള്ളാം, പക്ഷെ അറിയാലോ, ഇവിടെ നമ്മൾ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒന്നും അല്ലാതായി തീരും. ആ ഒരു ഓർമ്മ എപ്പോഴും മനസ്സ് വേണോന്ന് പറഞ്ഞു. പിന്നീട് ആദർശ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ ജയനോടും അജയനോടും പറഞ്ഞു, ഞാൻ ഇങ്ങനെ അവനോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ അവന്റെ മനസ്സിലൊരു ആത്മവിശ്വാസം ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ടാ.
അവന്റെ കഴിവിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ എങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും അവന് ആത്മവിശ്വാസം കൊടുത്തോണ്ടേ ഇരിക്കണം. അവന് നേടാൻ സാധിക്കണത്. ഇല്ലാതെ വന്നിട്ടുണ്ടേ അറിയാലോ, ഈ വീട്ടിലുള്ളവർ തന്നെ മറ്റുള്ളവരെ ചോദ്യം ചെയ്യുന്നിരിക്കും. അതിനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ. ഇപ്പൊ നാളെ ആദർശനെ ചോദ്യം ചെയ്യും അവരൊക്കെ, എന്തുകൊണ്ടാണ് ഇത് കിട്ടാത്ത എന്നതിൻ്റെയൊക്കെ പേരിലൊക്കെ. ഈ കുടുംബത്തിലുള്ളവരെ കുറിച്ചൊക്കെ അറിയാവുന്നതാണല്ലോ. അഭിയൻ ജലജ ഉദ്ദേശിച്ചൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവരുത്. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ അവന് ഉപദേശങ്ങളൊക്കെ കൊടുത്തതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അജയും പറഞ്ഞു, അതൊക്കെ ഞങ്ങൾക്ക് അറിയാച്ചാ. ഇപ്പോൾ ഈ അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ബിസിനസ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ആദർശനും അറിയാന്നൊക്കെ പറഞ്ഞു. ആ സമയം നവീൻ നന്ദുവിനെ വിളിക്കുകയാണ്. നന്ദുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, നന്ദു നീ ഉറങ്ങാൻ കിടന്നോന്ന് ചോദിച്ചു. ഞാൻ ഉറങ്ങുമൊന്നും അല്ലായിരുന്നു പറയണ. അല്ല എന്താ നവീനേട്ടാ, ഞാനേ ഇവിടെ കേസ് നോക്കി നോക്കി മടുത്തു. എന്ത് ചെയ്യാനാ, ഈ ഓരോ ദിവസം ഓരോ കേസ് കെട്ടും കാര്യങ്ങളൊക്കെ അല്ലേ. ഇതെന്താ ഇപ്പൊ പുതിയ കേസ് കെട്ട്? അത് ഒരു കേസ് വന്നിട്ടുണ്ട്, ഇത്ര റിസ്ക് ഉള്ള കേസാന്ന് പറയണ. അത് കേട്ട് കഴിഞ്ഞപ്പം നന്ദി ചോദിച്ചു, അല്ല നവീനേട്ടന് എല്ലാ കേസുകളും നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നല്ലേ, പിന്നെ ഇനിയിപ്പം ഈ കേസ് ഒക്കെ വലിയ പ്രശ്നമായിട്ട് കാണേണ്ട കാര്യമുണ്ടോ? അതല്ല നന്ദു, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൃഹനാഥനെ ഒരു ഗുണ്ട കയറി വീട്ടിൽ കയറി അതിക്രമിച്ച് കയറി, ആ സമയത്ത് അയാൾ കുത്തിന്ന് പറയണ. ആഹാ, അത് കൊള്ളാലോ. അപ്പം ഈ ഗുണ്ടാനെ വിട്ടത് നാട്ടിലെ ഒരു പ്രമാണിയാ. അപ്പൊ അതിന്റെ പേരില് കേസ്. അപ്പൊ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടോ എന്റെ എന്തേലും സഹായം വേണോ നവീനേട്ടാ? സഹായമൊന്നും വേണ്ട തന്തു, അങ്ങനെ എന്തേലും വേണ്ടി വരുവാണെങ്കിൽ ഞാൻ ചോദിച്ചോളാന്ന് പറഞ്ഞു. പിന്നെ ഞാനൊന്ന് കേസ് തിരിച്ചു മറിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാ. കാരണം വീട്ടിൽ അതിക്രമിച്ച് കയറി കഴിഞ്ഞപ്പം തന്റെ ഭർത്താവിനെ ആക്രമിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പത്തേനും ഭാര്യ കയറി കുത്തി. അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാകുമ്പോൾ കേസിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. അല്ല ഈ കുത്തിന്ന് പറഞ്ഞുകൊണ്ട് അത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ? അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ചോദിക്കുക. അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട് നന്ദു, ഈ കുത്തുകൊണ്ട് ആള് മരിച്ചെന്ന് പറയണോ? ഓ അപ്പൊ അങ്ങനെയാണല്ലേ, അതെന്ന് പറയണ. അതുകൊണ്ടാണ് ഇത്ര പ്രശ്നങ്ങളും കാര്യങ്ങളും. നന്ദു പറഞ്ഞു, നവീനേട്ടൻ നന്നായിട്ട് വാദിക്കേ. അതെ, പബ്ലിക് പ്രോസിക്യൂട്ടർ ആളിച്ചിരി കേമന, അതാ. ഓ അതാണ് ആ കാര്യം. നവീനേട്ടൻ എന്താണെങ്കിലും വാദിച്ചു കഴിഞ്ഞാൽ ജയിക്കും എന്നുള്ള കാര്യം എനിക്കറിയാലോ. പിന്നെ ഇനി എന്തെങ്കിലും കേസ് എനിക്കും ഇതുപോലെയൊക്കെ വരുവാണെങ്കിൽ ഞാൻ നവീനേട്ടനെ ഏൽപ്പിക്കാന്നൊക്കെ പറഞ്ഞു. ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നവീൻ ചോദിച്ചു, അല്ല നന്ദു നാളെ നീ നടക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ഞാന് ഇതുവരെയായിട്ടും വരാൻ തുടങ്ങിയിട്ടൊന്നുമില്ല. ശരി, നവീനേട്ടൻ പറഞ്ഞല്ലേ, ഞാൻ നാളെ വരാന്ന് പറയണേ. അത് കേട്ടപ്പോൾ നവീൻ പറഞ്ഞു, ഇപ്പൊ തന്നെ കുറെ ലേറ്റ് ആയിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ താമസിച്ച് എഴുന്നേക്കാറ് പതിവ്. പക്ഷെ നാളെ ഞാൻ എന്താണെങ്കിലും നേരത്തെ എഴുന്നേക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇച്ചിരി സമയം കൂടെ സംസാരിച്ച് കോള് കട്ട് ചെയ്യുകയാണ്. ആ സമയം നവീൻ ഓർത്തു, ഇനിയിപ്പം അനിയെ ആശ്രയിക്കേണ്ട കാര്യമില്ല, തനിക്ക് നേരിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നുള്ളൂ. ഇവളോട് സംസാരിക്കണം. താൻ വിളിക്കുമ്പോൾ തന്നെ ഇവള് ഫോണൊക്കെ എടുക്കുന്നുണ്ട്. ഇവൾക്ക് തന്നെ ഇഷ്ടമാന്നാ തോന്നേ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ആ സമയം നന്ദു ആലോചിക്കുക, എന്റെ ദൈവമേ, ഇതുവരെയായിട്ടും അനിയൊന്നും വിളിച്ചിട്ടില്ല. അവന് വിളിക്കണമെന്നുണ്ട്. അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിലോ പ്രശ്നമാവോ? വേണ്ട, അവൻ വിളിക്കുമ്പോ വിളിക്കട്ടെ, താൻ അങ്ങോട്ടേക്ക് വിളിക്കണ്ട എന്നൊക്കെ വിചാരിച്ച് നന്ദു ഇരിക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോ നന്ദുവിന്റെ അടുത്തേക്ക് കനക വന്നു. കനക വന്നിട്ട് ചോദിച്ചു, നിന്നെ ആരുടെ വിളിച്ചെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം നന്ദു പറഞ്ഞു, എന്നാ ഈ ഫോൺ അങ്ങോട്ട് പിടിക്കാൻ പറയണ. അങ്ങനെ ഫോണും കൂടെ കൊടുത്തു. നവീൻ മോനാണോ? അവനിപ്പോ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കുന്നുണ്ടല്ലേ, എന്താ നവീനേട്ടൻ വിളിക്കണ്ടെന്ന് ചോദിച്ചു. നവീൻ മോൻ വിളിച്ചോട്ടെ, നിങ്ങള് പോലീസും വക്കീലും ഒക്കെ അല്ലേ, ഇഷ്ടം പോലെ കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കുമല്ലോ, വിളിച്ചോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവനുണ്ടല്ലോ ആ അനി, അവൻ രാത്രി വിളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ഓ അപ്പൊ രാത്രി വിളിക്കത്തില്ലെന്നുള്ളൂ, പകൽ വിളിക്കാല്ലേന്ന് ചോദിച്ചു. പകലും വിളിക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് നല്ല സംശയമുണ്ട്, എനിക്ക് മാത്രമല്ല ഗോവിന്ദേട്ടനും ഉണ്ട്, അന്ന് അനിയാണോ രാത്രി ഇവിടെ മതിലയാടി കിടന്നേന്ന്. അത് കേട്ടപ്പോ നന്ദുവിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. പിന്നീട് പറഞ്ഞു, ദേ അവനുമായിട്ട് എന്തേലും ബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ അതിവിടെ വെച്ച് എന്നെ നിർത്തിയേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അമ്മ എന്ത് വർത്താനേ പറയണെന്ന് ചോദിച്ചു. ദേ നിങ്ങളെ രണ്ടുപേരെ എനിക്ക് നന്നായിട്ടറിയാം, അതുകൊണ്ടാ ഞാൻ പറഞ്ഞ ഒരു കാരണവശാലും ആ ബന്ധം നടക്കാൻ പോകുന്നില്ല. അതിനും മനസ്സിലിട്ട് താലോടിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അതും പറഞ്ഞിട്ട് കനക അങ്ങോട്ടേക്ക് പോയി. നന്ദുവിന് ഭയങ്കര വിഷമമായി. കുറച്ച് കഴിഞ്ഞപ്പോ അടുക്കള ജോലികളൊക്കെ തീർത്തിട്ട് ജലജ മുകളിലേക്ക് കയറി വരുമ്പോ അബി അവിടെ നിൽക്കുന്നുണ്ട്. അബിയെ കണ്ടതും ജലജ പറഞ്ഞു, എടാ നീ ഒറ്റ എഴുത്തം കാരണം ഇപ്പൊ എന്റെ കോലം കണ്ടോ, കരിഞ്ഞു പുകഞ്ഞ ഞാൻ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നേ, നല്ല ചുമന്ന് തുടുത്തിരുന്നാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അബി പറഞ്ഞു, അതിനമ്മ വിറകടുപ്പിലൊന്നും അല്ലോ ഭക്ഷണം പാചകം ചെയ്യുന്നേ, ഗ്യാസ് സ്റ്റവിലല്ലേന്ന് ചോദിച്ചു. എടാ ഗ്യാസ് സ്റ്റവ് പാചകം ചെയ്താലും നല്ല ചൂടല്ലേ അതിന്റെ സമയത്ത് നിൽക്കുമ്പോ, എങ്ങനെ ഇരുന്ന് ഞാനാ, എല്ലാത്തിനും നീ ഒറ്റ ഒരുത്തൻ കാരണമാ. നീ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ഞാനിവിടെ നല്ല രീതിയിൽ തന്നെ ജീവിച്ചുകൊണ്ട് വന്നാ. ദേ അമ്മ ഇവിടെയുള്ളൊരു ദത്തെടുത്തില്ലായിരുന്നെങ്കിൽ അമ്മ ഏതെങ്കിലും വീട്ടിൽ പാത്രം കഴി ജീവിച്ചേണെന്ന് പറഞ്ഞു. നീ അത് തന്നെ പറയണോടാ.
നീ ഉണ്ടായതിനു ശേഷം എനിക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത്. അതെങ്ങനെയാ? നീ എങ്കിലും നന്നാവുമായിരുന്നെങ്കിൽ എനിക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? എത്ര പറഞ്ഞാലും നിന്റെ തലയിലേക്ക് കയറത്തില്ല. അല്ലെങ്കിലും നീ ആ ആദർശനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്ത എന്താ? നവ്യ എന്ന് പറയുന്നവളെ കയറി അങ്ങോട്ട് പ്രേമിച്ചു, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു. അതിനുശേഷം അനഘ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ഇനിയിപ്പോ വേറെ എവിടെയെങ്കിലും ഉണ്ടോടാ നിനക്ക്? ചന്തുമോള്, അനന്തന്, ഇനിയിപ്പോ വേറെ എവിടെയെങ്കിലും കുഞ്ഞുങ്ങളുണ്ടോ? നാളെ അവരിങ്ങോട്ട് കയറി വരുമോന്ന് ചോദിച്ചു. ഇത് കേട്ടോണ്ട് ദേവേനെ ഇങ്ങോട്ട് വന്നു. ദേവേനെ വന്നിട്ട് പറഞ്ഞു, വരും വരും, ഇവനല്ലേ ആള്, ഇവന്റെ സ്വഭാവം വെച്ച് വരൂന്ന് പറയണം. 8ാം ക്ലാസ് മുതൽ ഇവന് പെൺകുട്ടികൾക്ക് പ്രേമലേഖനം കൊടുക്കാൻ തുടങ്ങിയതാ. അന്ന് ഇവന്റെ മുത്തശ്ശന് അത് കയ്യോടെ പിടികൂടി ഇവനെ ഏറെ നിർത്തിയതാ. എന്നിട്ടോ ഇവന്റെ ചേട്ടനെ കണ്ടു പഠിക്കുകയല്ല ചെയ്തത്, ഇവന് തോന്നിയാസം നടക്കുകയോ ചെയ്തേ. ആ, അതൊക്കെ പോട്ടെ, ഞാനിപ്പോ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നല്ല, വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്ന. നാളെ ആദർശ് ദുബായിക്ക് പോവാ. ആ സമയത്ത് വലിയൊരു പൂജയും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതിനു വേണ്ടിയിട്ട് രണ്ടുപേരും നേരത്തെ എഴുന്നേറ്റണം. 3 മണിക്ക് എഴുന്നേറ്റ് മുറ്റമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കണം. പിന്നെ പൂജാമുറിയില് കയറി അവിടുത്തെ വിളക്കാരും കാര്യങ്ങളും എല്ലാം തുടച്ചു പെറുക്കി വെച്ച് എല്ലാ മുറികളും നല്ല ക്ലീൻ ആക്കണമെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടിഞ്ഞിപ്പോ അഭി പറഞ്ഞു, ഞാനോ? പിന്നല്ലാതെ. പിന്നെ അത് കൂടാതെ മുറ്റത്തെ ചെടികളൊക്കെ നീ നനയ്ക്കണം, അതൊക്കെ നിന്റെ ജോലിയാന്ന് പറയണം. ദേ അമ്മായി, ഇങ്ങനൊന്നും പറയരുത്, ഇത്തരം ജോലികളൊന്നും എന്നെ കൊണ്ട് ചെയ്യിക്കരുതെന്ന് പറയണം. പിന്നെ നിന്നെ എങ്ങനെ ചെയ്യിക്കണോടാ? നീ ചെയ്തതിനുള്ള ശിക്ഷ ഇതൊന്നും അല്ല. അതിനുള്ള ശിക്ഷ തരാൻ തുടങ്ങിയിട്ടില്ല. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ശിക്ഷ കിട്ടുവാണെങ്കിൽ ഇതൊന്നും പോരാ. നീ അത്രമാത്രം ദുഷ്ടത്തരങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഞങ്ങളായതുകൊണ്ട് പിന്നെ ഇത്രയൊക്കെ തരുന്നുള്ളൂ. അത് കേട്ടപ്പം ജലജ പറഞ്ഞു, ദേ ഏട്ടത്തി, കാര്യമൊക്കെ കാര്യം തന്നെ, ഞാൻ ജോലി ചെയ്ത് മടുത്തെന്ന് പറയണം. എടി, നീ ജോലി ചെയ്ത് മടുക്കണം. കാരണം നീ നിന്റെ മോന് നല്ല ഉപദേശങ്ങൾ കൊടുത്തു വേണമായിരുന്നു വളർത്താനായിട്ട്. അതിന് പകരം നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടി വെച്ചത്? എല്ലാത്തിനും ഇവന് സപ്പോർട്ടായിട്ട് നിൽക്കുകയല്ലേ ചെയ്തേ. അപ്പൊ നീയും അനുഭവിക്കണമെന്ന് പറഞ്ഞു. പിന്നെ നിനക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇനി ഇവന് നന്നായില്ലെങ്കിലേ ഇവൻ കഴിക്കുന്ന ചോറിനകത്ത് കുറച്ച് വിഷം കലർത്തി അങ്ങോട്ട് കൊടുത്തേക്ക്, ഇവനെ അങ്ങോട്ട് കൊന്നു കളഞ്ഞേക്ക്, അതായിരിക്കും ഇതിനേക്കാൾ നല്ലത് എന്ന് പറഞ്ഞിട്ട് ദേവേനെ അങ്ങ് തിരിഞ്ഞു നടക്കുമ്പോഴത്തേനും ജലജ ഇവരെ ഒന്നും പറഞ്ഞിട്ട് കൈ പൊയ്ക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്, അടിക്കാൻ ഓങ്ങുവാണ്. പെട്ടെന്ന് ദേവേനെ അങ്ങ് തിരിഞ്ഞു വന്നു. എന്താടി എന്നെ ചെയ്യാൻ വന്നെന്ന് ചോദിച്ചു. ഒന്നും ചെയ്യാൻ വന്നില്ല, ഏട്ടത്തേക്ക് തോന്നിയതാ. നിനക്കിനെ തല്ലണമെന്നും കൊല്ലണമെന്നും ഒക്കെ മോഹം കാണുമായിരിക്കും, അതൊക്കെ അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ട് പോയി. ഈ സമയത്ത് ജലജയ്ക്ക് നല്ല ദേഷ്യമായിരുന്നു. ജലജ അബിയോട് പറഞ്ഞു, പോയി നോക്കടാ, അവിടെ എവിടെയെങ്കിലും മറിഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും, പോയി നോക്കാൻ പറയണം. ഓ ഇല്ല അമ്മയെന്ന് പറയണം വന്നിട്ട്. എടാ കണ്ടില്ലേ, ഇവരെങ്ങനെയും നശിച്ചു പോണെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണെങ്കിലും നശിച്ചു പോയേ മതിയാവുള്ളൂ. വ്രതം മുടക്കാനായിട്ട് നമ്മള് മുട്ട ചേർത്തായിരുന്നു അവയിലിനകത്ത്. അപ്പോഴേക്കും അബി പറഞ്ഞു, അതിന് അമ്മായി അത് കഴിച്ചില്ലോ എന്ന് പറയണം. എടാ, നിന്റെ അമ്മായി ഫ്രൂട്ട്സ് മാത്രമേ കഴിച്ചുള്ളെങ്കിലും വേറെ നിന്റെ മുത്തശ്ശി നൈനയൊക്കെ കഴിച്ചല്ലോ, അത് മതി. ഉറപ്പായിട്ടോ ആദർശം തോറ്റു പോണം, അവന് ഈ ഡീല് കിട്ടാൻ പാടില്ല. വേറെ ആര് വെള്ളം ജയിച്ചോട്ടെ, അവര് ജയിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാതെ ഈ കുടുംബത്തിലുള്ള ഒന്നും ജയിച്ചു പോവരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ അങ്ങോട്ടേക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പം അനി നന്ദുവിനെ വിളിക്കുവാണ്. അപ്പോഴേക്കും നന്ദു ചോദിച്ചു, ഇതെന്താടാ ഇത്ര സമയമായിട്ടും വിളിക്കായിരുന്നേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം അനി പറഞ്ഞു, കുറച്ച് തിരക്കില്ലായിരുന്നു പറയാ. നീ വിളിച്ചല്ലേലും സാരമില്ല. അതെ, നവീനേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. നവീനോ? അവനെപ്പോഴാ വിളിച്ചേ? കുറച്ച് സമയമായി. അവൻ എന്തിനാ വിളിച്ചേ? വെറുതെ വിളിച്ചത്, ചുമ്മാ ഓരോ കേസിനെ കുറിച്ചൊക്കെ സംസാരിച്ച്. അത് കേട്ടപ്പോ അനിയുടെ ശബ്ദമൊക്കെ അങ്ങോട്ട് മാറി. അപ്പോഴേക്കും നന്ദു ചോദിച്ചു, എന്താടാ നിനക്കും ഈഗോ തുടങ്ങിയോ, സംശയം തുടങ്ങിയോന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറയണം. ഈ സമയത്ത് നന്ദു പറഞ്ഞു, ഞാൻ നിന്നെ വിളിക്കണമെന്ന് കരുതി എന്തിനാണെന്നറിയാവോ? നാളത്തെ കാര്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാ. എല്ലാവരും അവിടെ നല്ല ടെൻഷനിലായിരിക്കും എന്ന് എനിക്കറിയാം. അതെ, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാ, നിനക്കറിയാലോ നന്ദു. നന്ദു പറഞ്ഞു, എല്ലാം ശരിയാവും. ആദർശേണ്ണല്ലേ ഡീൽ ചെയ്യാൻ പോകുന്ന ആള്, ഉറപ്പായിട്ടും ആദർശേണ്ണ ഇവിടെ തോൽക്കാൻ പോകുന്നില്ല. ആദർശേണ്ണന്റെ കഴിവിനെ കുറിച്ച് നമുക്ക് വിശ്വാസമുള്ളതല്ലേന്ന് ചോദിച്ചു. അനി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ആദർശേണ്ണൻ നല്ല ടെൻഷനാ. ഇവിടെയാണെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നാളെ ഒരു പൂജ വെച്ചിരിക്കുക. ആദർശേട്ടൻ നാളെ ദുബായിക്ക് പോകുന്ന ദിവസമല്ലേ. നന്ദു പറഞ്ഞു, പേടിക്കണ്ട, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഉറപ്പായിട്ടും ഈ ഡീല് നമുക്ക് തന്നെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അനിയെ സമാധാനിപ്പിച്ചു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അനി ഓർത്തു, നവീൻ എന്തിനാ എപ്പോഴും അവളെ വിളിച്ചുകൊണ്ടിരിക്കുന്നേ? ഇത് അപകടമാണോ? ഒരുപക്ഷെ ഇനിയിപ്പൊ അവൻ നേരിട്ട് സത്യങ്ങളൊക്കെ തുറന്നു പറയോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ? അതൊക്കെ ഓർത്തപ്പോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പം അബി മുറിയില് കിടക്ക ബെഡ്ഷീറ്റൊക്കെ നന്നായിട്ട് വിരിച്ചുകൊണ്ടിരിക്കുകയാണ് കിടക്കയില്. അപ്പോഴേക്കും നവി വന്നു. നവി എന്നിട്ട്, ഇതൊക്കെ നീ ചെയ്യാൻ തുടങ്ങിയോന്ന് ചോദിച്ചു. പിന്നല്ലാതെ, ഈ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ഞാൻ പല ജോലികളും ചെയ്യുന്നില്ലേ, അപ്പൊ പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്താൽ എന്താ പ്രശ്നം? അതൊക്കെ നല്ല കാര്യം തന്നെയാടാ, പക്ഷേ എന്നും നിന്നെ ഈ വീട്ടിലെ ജോലി ചെയ്ത് നിർത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ നിനക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞു. ഞാന്
ഡേവിഡ് സാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് തിരക്കുകളും കാര്യങ്ങളും അതൊക്കെ കഴിയട്ടെ, നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും അഭി പറഞ്ഞു, ഞാൻ ഈ ഡേവിഡ് സാറിനെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയണ. നബി പറഞ്ഞു, അതിനെ കാണാനായിട്ട് ഇതുവരെയായിട്ട് നിനക്ക് അവസരം കിട്ടിയിട്ടില്ലല്ലോ. അതെ, ഒരു കാര്യം ചെയ്യാം. ആ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഞാൻ ആ കമ്പനിയിൽ തന്നെ ജോലിക്ക് കയറാം. എടാ അതാ വേണ്ടത്, അങ്ങനെ ജോലിക്ക് കയറണം. എങ്കിൽ മാത്രമേ നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അഭി പറഞ്ഞു, അതെ, ഇനിയിപ്പോൾ അധികം നാൾ ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിലും നിന്നെ ഇവിടുത്തെ ജോലിക്കാരനാക്കി കാണാനായിട്ട് ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ലടാ. എല്ലാവരും കൂടെ നിന്നെ ഇട്ട് പന്ത് തട്ടുമല്ലേ. നിനക്ക് കൂടെ ഒരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനായിട്ടൊക്കെ പറ്റും. നബിക്ക് ഭയങ്കര പ്രതീക്ഷയാ. പിന്നെ ഈ ഡേവിഡ് സാറിനോട് എന്നെക്കുറിച്ച് നീ പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. എടി പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാലേ അവര് മനഃപൂർവ്വം നിന്നെ ആ കമ്പനിയിലേക്ക് പരസ്യ മോഡലാക്കി എടുത്താണോ എന്ന് അറിയത്തില്ല. നിന്നേക്കാളും കൂടുതൽ കഴിവുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നെക്കാളും കൂടുതൽ കഴിവുള്ളവരാ. അതെ ദേ അബി, എന്റെ കഴിവ് കണ്ടിട്ടാ ഏൻ ജ്വല്ലറിക്കാരെടുത്തേന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമൊന്നുമല്ല, നീ അനന്തപുരിയിലെ കൊച്ചുമോളാന്ന് അറിഞ്ഞിട്ടാ. അതുകൊണ്ട് അവര് നിന്നെ എടുത്തത്. ഇത്രയും വലിയ ഓഫറൊക്കെ തന്ന് നിന്നെ അവിടെ എടുക്കണമെങ്കിൽ അതായിരിക്കും കാരണം. പിന്നെ എനിക്ക് തോന്നേ ഈ പറയുന്ന ഡേവിഡ് സാറിന് നമ്മുടെ കുടുംബമായിട്ട് എന്തെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടോ എന്ന് സംശയമുണ്ട്. ഗൾഫിൽ നിന്ന് വിളിക്കുകയെന്ന് പറഞ്ഞാൽ വിളിച്ച അജ്ഞാതനെ ഇയാളാണോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അപ്പോഴേക്കും നവീച്ച് അതെന്താ അങ്ങനെ? ഒരുപക്ഷെ ചിലപ്പം മുത്തശ്ശനോട് ദേഷ്യമുള്ള ആള് ആരിലും ആയിരിക്കും ഈ ഡേവിഡ് സാറ്. മുത്തശ്ശൻ കമ്പനിയിൽ നിന്ന് ചിലപ്പോൾ പിരിച്ചുവിട്ട ആരെങ്കിലും ആണോന്നും അറിയത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മുത്തശ്ശനുള്ള ദേഷ്യം കൊണ്ടാണ് അവർ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് പറയത്തില്ല. ഒരു കാര്യം ഉറപ്പാ, ഈ പറയുന്ന AN ജ്വല്ലറിക്കാർക്ക് ഈ മൂസ്തി ജ്വല്ലറിയായിട്ട് ഇത്ര ശത്രു തോന്നാൻ കാരണം എന്തോ ഒരു ലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ട്. നമ്മളൊക്കെ ഒന്നും അറിയത്തില്ലാത്ത എന്തോ ഒരു കാരണം ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടതും നബി പറഞ്ഞു, ചിലപ്പോ അതായിരിക്കും. പക്ഷേങ്കിൽ ഇപ്പൊ നമ്മൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ നിലനിൽപ്പ് നോക്കിയാൽ പോരെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.